നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയ അതേ വഴിയിലൂടെ നമ്മളും സഞ്ചരിക്കുകയാണ്. നടന്ന വഴികൾ, വിശ്രമിച്ച കേന്ദ്രങ്ങൾ, ഉറങ്ങിയ സ്ഥലങ്ങളെല്ലാം ചിത്രീകരിക്കുന്നു. കഴിഞ്ഞ ഒന്നാം പാർട്ടിൽ നബി തങ്ങളുടെ വീട് മുതൽ അബൂബക്കർ തങ്ങളുടെ വീട് വരെയായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ഭാഗങ്ങൾ ഈ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് തെക്ക് ഭാഗത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇത് ഹിജ്റ വഴി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മരണാർത്ഥം ഉണ്ടാക്കിയ ഒരു പള്ളിയാണ് മസ്ജിദുൽ ഹിജ്റ. ഇതിന് ചരിത്രപരമായി മറ്റൊരു പ്രത്യേകതകളൊന്നുമില്ല, മറിച്ച് ആ ഒരു സംഭവത്തിൻ്റെ സ്മരണാർത്ഥം അതേ റോഡിൽ നിർമ്മിക്കപ്പെട്ടൊരു പള്ളിക്ക് ഹിജ്റയെ സ്മരിച്ചുകൊണ്ട് പേരിട്ടെന്ന് മാത്രം. ഈ റോഡിനും ഇങ്ങനെ ഇവിടുന്ന് പോയാൽ നമുക്ക് കാണാം തരീഖുൽ ഹിജ്റ എന്നാണ്. ഇതേ പേരിൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിയ റോഡിനും തരീഖുൽ ഹിജ്റ എന്ന് പേര് കാണാം. വഴിമധ്യേ ഖുദൈ ഭാഗം ഇടതുവശത്താക്കിക്കൊണ്ട് കഅബ ഷരീഫിൽ നിന്നും 5500 മീറ്റർ അകലെയുള്ള ഗാർ സൗറിലേക്ക് നടന്നു നീങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അബ്ദുല്ലാഹിബ്നു ഉറൈഖി തന്ന വഴികളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ആളെ വാടകക്കെടുക്കുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഗാർ സൗറിൻ്റെ താഴ്വാരത്ത് വരാൻ വേണ്ടി എഗ്രിയാവുകയും ചെയ്തിരുന്നു. അങ്ങനെ നബി തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കൂടി സൗർ ഗുഹയിലേക്കാണല്ലോ പോകുന്നത്. അതെ, നമുക്കും അങ്ങോട്ട് തന്നെ പോവാം, ഹിജ്റ വഴിയിലൂടെ തന്നെ. തീർച്ചയായും കഅബ ഷരീഫിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സൗർ ഗുഹ, ഈ മലയുടെ ഉയരം ആധുനിക കണക്ക് പ്രകാരം 748 മീറ്ററാണ്. ഇത്രയും ഉയരമുള്ള ഭാഗത്ത് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും മാത്രം ഒറ്റക്ക്. ഹിജ്റ യാത്രയിൽ അവർ 4 പേരുണ്ടായിരുന്നു. ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകർക്ക് പുറമെ അവർക്കൊരു വഴികാട്ടിയായി അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്തും അതിനു പുറമെ ആമിർ ഇബ്നു ഫുഹൈറ എന്ന അടിമയും ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങോട്ട് വന്നപ്പോൾ ആരുമില്ല. ആ അന്തിപ്പാതിര നേരത്ത് അവർ രണ്ടുപേരും ഒറ്റക്ക് നടന്നുകൊണ്ട് ഇത്രയും ഉയരമുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ അള്ളാഹു സംവിധാനിച്ച ഗുഹയിൽ അവർ ഒളിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പച്ചപ്പൊന്നും ആദ്യം ഇല്ലായിരുന്നു. ഇപ്പോൾ ഇടക്കാലത്ത് നന്നായി മഴ വർഷിക്കുന്നത് കൊണ്ട് നന്നായിട്ട് പച്ചപ്പുണ്ട്. ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു മല കാണുന്ന ഒരു പ്രതീതി ഒരല്പമെങ്കിലും നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതിൻ്റെ ഒരു കാഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞെന്ന് അനുമാനിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി ഒരുപാട് ദൂരം എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കയറിയത്. അതും രാത്രിയുടെ യാമങ്ങളിൽ വെളിച്ചോ മറ്റു ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ. ഇന്നിപ്പോ ഇവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, നല്ല അത്യാധുനിക സ്റ്റെപ്പുകളൊക്കെ. എനിക്കൊന്ന് പാകിസ്ഥാനികളൊക്കെ കൂടി ഉണ്ടാക്കിയതെന്ന്. അതെ അതെ അതെ, അവരെല്ലാവരും കൂടി ഉണ്ടാക്കണതാണ് ഇങ്ങോട്ട്. അപ്പോൾ ഇനിയും കുറേ കയറാനുണ്ട്. ഒരു ചെറു വിശ്രമമാണ്. സൗർമലയുടെ മുകളിലേക്ക് കയറും തോറും മാമലകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ മക്ക നഗരത്തിൻ്റെ ദൃശ്യഭംഗി കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും. ഏകദേശം അതിൻ്റെ ഉച്ചിയിലേക്ക് എത്തുമ്പോൾ ഈ ഭാഗത്ത് നിന്നിങ്ങനെ ഇടത്തോട്ട് നോക്കിയാൽ അവിടെ നമുക്ക് മിന ടെൻറ്റുകൾ കാണാം. ഏകദേശം മണിക്കൂറുകളായി. ഓരോ സാധാരണഗതിയിൽ നടന്നാൽ തന്നെ കേറാൻ 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ. പരിശുദ്ധമായ ഹിജ്റ പലായനത്തിൻ്റെ ചരിത്ര താളുകളിലൂടെ നമ്മുടെ യാത്ര ഇപ്പോൾ എത്തിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ AD 622 സെപ്റ്റംബർ മാസം 8-ാം തീയതി രാത്രി മുതൽ 11-ാം തീയതി ഞായറാഴ്ച രാത്രി വരെ വിശ്രമിച്ച ഗുഹയിലാണ്. ഗാർ സൗർ എന്നാണ് ഈ ഗുഹയുടെ പേര്. സൗർ എന്ന ഒരു വ്യക്തിയിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ ഗുഹ അറിയപ്പെടുന്നത്. എന്നാൽ ഇത് കാളയുടെ രൂപമുള്ള മലയായതുകൊണ്ടാണ് മക്കയിലെയും മദീനയിലെയും ചരിത്രപ്രസിദ്ധമായ വലുപ്പമുള്ള മലയായതുകൊണ്ടാണ് സൗർ എന്ന് പേര് വെച്ചത്. ചിലന്തിയുടെ സംരക്ഷണത്തോടെ, മേടപ്രാവുകളുടെ സംരക്ഷണത്തോടെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ താഴ്വാരത്തേക്ക് ഇറങ്ങിയപ്പോൾ ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്തും അവിടെ കാത്തിരുന്നു. അവരുടെ കൂടെയാണ് ഹബീബിൻ്റെ ഹിജ്റ യാത്രകൾ തുടർന്നത് എന്ന് നമുക്ക് കാണാം. ഏതായാലും സൗർ ഗുഹയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിച്ച ഭാഗത്തേക്ക് നമുക്ക് കടന്ന് ഒരല്പനേരം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇവിടെ നിന്ന് പോകാം. അങ്ങനെ ഇവിടെ 3 രാത്രികൾ താമസിക്കുകയാണ്.
വരുന്ന അവസരത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ മഹദി, ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്, അസ്മാ ബിൻതു അബീബക്കർ റളിയല്ലാഹു അൻഹയുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആർക്കും ഈ വിവരം കൊടുക്കരുത്, മാത്രമല്ല ഭക്ഷണം എത്തിക്കുവാനും പാല് കറന്നുകൊണ്ട് കാര്യങ്ങൾ എത്തിക്കുവാനും അവർക്ക് ആ ചുമതല നൽകി. അബ്ദുല്ലാഹിബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മകന് മറ്റൊരു ഡ്യൂട്ടി കൊടുത്തു. ഇവർ പോകുന്ന ഭാഗത്ത് ആളുകൾ ഇവരെ അന്വേഷിച്ചുകൊണ്ട് 200 ഒട്ടകങ്ങൾ, ഇവരെ പിടിച്ചെടുത്താൽ 200 ഒട്ടകങ്ങൾ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ 200 ഒട്ടകങ്ങൾ ലഭിക്കാൻ വേണ്ടി പാത്തും പതുങ്ങിയും ചാടിയും ഓടിയുമൊക്കെ ഇവരെ പിടിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരാണ് കൊടുക്കേണ്ടത്? അബ്ദുല്ലാഹിബ്നു അബൂബക്കറാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് രഹസ്യ വിവരങ്ങൾ ഗാർ സൗറിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുക എന്നതാണ് അവരുടെ ജോലി. അങ്ങനെ ആ ജോലികളൊക്കെ അവർ കൃത്യമായി നിർവഹിക്കുകയാണ്. റാത്തുൻ നിതാഖയിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം തട്ടം കീറിക്കൊണ്ട് ബീവി അസ്മാ റളിയല്ലാഹു അൻഹ ഭക്ഷണം ഇത്രയും ദൂരം ചുമന്നു കൊണ്ടുവന്ന് കൊടുക്കുന്നതായി കാണാം. അബ്ദുല്ലാഹിബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാ വിവരങ്ങളും ചോർത്തിക്കൊണ്ട് അവർക്ക് എല്ലാ വിവരങ്ങളും കൊടുക്കുന്നു. ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയോ ഇവർ അബ്ദുല്ലാഹിബ്നു അബൂബക്കറും ഇവരൊക്കെ പോകുന്ന വഴികൾ, അതുപോലെ സിദ്ദീഖുൽ അക്ബർ നബിസങ്ങളൊക്കെ പോകുന്ന വഴികളുടെ അടയാളങ്ങൾ മായ്ച്ചു കളയും. കാരണം ശത്രുക്കൾ ഈ വഴി പോന്നാൽ അത് ബുദ്ധിമുട്ടാണല്ലോ. എന്നാലും ശത്രുക്കൾ 200 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പണത്തിൽ കൂട്ടുമ്പോൾ കോടിക്കണക്കിന് രൂപ വരും. ഈ പണം ലഭിക്കാൻ വേണ്ടി ഇവിടം വരെ എത്തി. എത്രത്തോളം അവരിങ്ങനെ അവരുടെ കാൽപ്പാടുകൾ അവിടെ ഇരുന്നു കൊണ്ട്, ആ ഗുഹാമുഖത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടം വരെ എത്തിയ ശത്രുക്കളുടെ കാൽപ്പാടുകൾ കാണുകയാണ്. ആര്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കാണണം. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബിയേ അവരൊന്ന് താഴോട്ട് നോക്കിയാൽ നമ്മെ കാണുമല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, യാ അബൂബക്കർ മാ ലന്നുക ബിസ്നൈനി അല്ലാഹു സാ, നിന്റെ വിചാരം എന്താ? രണ്ടാളുകൾ, അവരുടെ മൂന്നാമൻ ആരാണ്? അള്ളാഹുവാണ്. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് നിന്റെ വിചാരം എന്താണെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. അപ്പോൾ ഉസ്താദ് നേരത്തെ പറഞ്ഞു സൗർ ഗുഹയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഹിജ്റ പോകുന്നതെന്ന്. അപ്പോൾ സാധാരണ അതുപോലെ തന്നെയാണ് എല്ലാവരും സൗർ ഗുഹയിലേക്ക് കയറി 3 ദിവസം താമസിച്ചു എന്നുള്ളതൊക്കെ പൊതുവെ എല്ലാവരും പറയാറുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പിന്നീട് എങ്ങോട്ടാണ് പോയതെന്ന് ഒരു അവ്യക്തമായിട്ടാണ് നമുക്ക് പലപ്പോഴും കാണാറുള്ളത്. അപ്പോൾ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു അറ്റ്ലസ് ഒന്ന് പറഞ്ഞാൽ നന്നാവും. തീർച്ചയായിട്ടും നമ്മുടെ ഈ പഠനയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ സാധാരണ എല്ലാവരും ചെയ്യുന്നതും ഏകദേശം എല്ലാവരും മനസ്സിലാക്കിയ ഭാഗമാണ്. ഗാർ സൗറിൽ ഇങ്ങനെ 3 ദിവസം ഇരുന്നു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് ഇറങ്ങി. ഏത് ഭാഗത്തേക്കാണ് ഇറങ്ങിയത്? തെക്ക് ഭാഗത്തേക്കാണ് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെക്ക് വശത്തേക്കാണ് ഇറങ്ങുന്നത്. എന്നിട്ടോ ബുഷൈമാത്ത് മലയാണ് ആദ്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രോസ് ചെയ്യുന്നത്. ബുഷൈമാത്ത് മൗണ്ടെയിൻ, അത് മക്കയിലെ ഒരു ഉയരം കുറഞ്ഞ മലക്കാണ് ബുഷൈമാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസത്തെ റൂട്ട് ഒന്നിവിടെ പറയാം. അത് നമുക്ക് ടെക്സ്റ്റായിട്ടൊന്ന് കാണിക്കുകയും ഇവിടെ ചെയ്യാം. നമ്മുടെ സ്ക്രീനിൽ ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഒന്ന് ബുഷൈമാത്ത് മൗണ്ടെയിൻ, മറ്റൊന്ന് ഉമ്മുൽ ഹാഷിം, മൂന്നാമത്തേത് അൽ ഹുദൈബിയ സന്ധി നടന്ന സ്ഥലമുണ്ടല്ലോ, അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പിന്നെ ബൗണ്ടറി ഓഫ് മക്ക, 5ാമത്തെ സ്റ്റേഷൻ വാദി മറ് എന്നും അല്ലെങ്കിൽ മുറാർ ടക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഭാഗത്താണ്. പിന്നീട് ട്രാക്ട് ഓഫ് ദജ്നാൻ, പിന്നീട് ഖുറാ ഉൽ ഖമീം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തുന്നത്. അപ്പോൾ ഈ സ്ഥലമാണ് ഇന്ന് നമുക്ക് പാസ് ചെയ്യാനുള്ളത്. അല്ലാഹു 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 അല്ലാഹു